Magic morning. Okay, magic morning all. ഒരുപാട് ഇതാമ്മ തുറക്കണ്ടല്ലോ. Yes. Magic morning. Yes. Okay. അപ്പൊ നല്ല മെഡിറ്റേഷൻ ഒക്കെ ചെയ്തല്ലോ അല്ലെ എല്ലാരും? ആരും ചെയ്തിട്ടില്ലേ? എന്താ ആരും റിപ്ലൈ ഒന്നും തരാത്തെ? നല്ല മെഡിറ്റേഷൻ ആയിരുന്നു, നന്നായിരുന്നു. ഓക്കെ മണി സർ, താങ്ക് യു. ഓക്കെ, അപ്പം ഇന്നലത്തെ പോസ്റ്റർ മീൻസ് ഇന്നെന്താണ്, ആരാണ് ക്ലാസ് എടുക്കുന്നത്, ക്ലാസ്സിന്റെ ടോപ്പിക് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാൻ പറയാണ്, നമ്മുടെ സ്വന്തം റസാഖ് സാറുടെ സെഷനാണ് ഇന്ന് വരുന്നത്. അപ്പം നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ എന്തും നേടാം എന്നുള്ള ഒരു വാക്ക് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടാം എന്നുള്ളത്, അതായത് എന്തും നേടാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് സാർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സിന്ധു മാം ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? റസാഖ് സാറേ ഇവിടെ ഉണ്ടല്ലോ. മെഡിറ്റേഷൻ ചെയ്ത് ഉറങ്ങിപ്പോയാ? മാം ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്ത് നോക്കുവോ? എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അപ്പം എന്തും നേടാം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാനും കൂടെ വേണ്ടി ഞാൻ റസാഖ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. റസാഖ് സർ പ്ലീസ് വെൽക്കം. താങ്ക് യു. ഇനി ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ല. ഇന്നിൻ്റെ ഒരു ക്ലാസ് അല്ല, ഞങ്ങളിവിടെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു വിഷയം ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, മരം മുറിക്കുന്ന ആള്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇല്ലേ മരം മുറിക്കുന്ന ആള്? അവരുടെ പേര് മുസ്തഫ എന്നാണ്. അവര് നമ്മുടെ അടുത്ത് മരം മുറിക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, കുറച്ച് പഴയ വാട്ടർ ടാങ്കാണ്. അപ്പൊ അതിലൊരു അത്യാവശ്യം വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ഫിറ്റാക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള സംശയമാണ്. അതായത് അത് താങ്ങാൻ കഴിയുമോ ഇല്ല. അപ്പൊ അവൻ പറഞ്ഞെന്താ അറിയോ, അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു സംശയം നമുക്ക് പാടില്ല, അങ്ങോട്ട് വെക്കേനെ ഒന്നും സംഭവിക്കൂല. ഇത് നമുക്ക് വലിയൊരു പ്രചോദനമുള്ള ഒരു വാക്കല്ലേ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കണം ചിന്തിക്കുക. നമ്മളൊക്കെ പഠിച്ച എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് വേണം, അഫർമേഷൻ വേണം, ഗോൾ സെറ്റ് ചെയ്യണം, വിഷ്വലൈസേഷൻ വേണം അല്ലേ? അത് വന്നിട്ട് എന്താ ചെയ്തത് അറിയാം, ആ ഉപകരണങ്ങൾ ഉണ്ടല്ലോ, മുറിക്കണ ഉപകരണങ്ങൾ അവിടെ വെച്ചിട്ട് ആ മരത്തിനൊരു നോട്ടം ആ മരത്തിലേക്ക് ഇങ്ങനെ, എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥന. അതിനുശേഷം അവൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? നമ്മൾ പറഞ്ഞ ഈ സംഭവം അവിടെ ഉണ്ടായോ? സാർ എന്താ അവിടെ ഉണ്ടായത്? ആ ഒരൊറ്റ നോട്ടത്തിൽ എന്ത് സെറ്റ് ചെയ്തു? ഗോൾ സെറ്റ് ചെയ്ത, ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇന്ന സ്ഥലത്തെല്ലാം കട്ട് ചെയ്യണം എന്ന് അവന്റെ മൈൻഡിൽ എന്തായത് സെറ്റ് ചെയ്തില്ല. അവനറിയോ ഇത് ഗോൾ സെറ്റിംഗ് ആണ്?
ഇത് 1,25,000 റുപ്യന്റെ കോഴ്സ് ആണെന്ന് അവനറിയോ? അറിയില്ല ഇല്ലേ? 1,25,000 റുപ്യന്റെ ഒരു കോഴ്സ് ആണത് എന്ന് അവന് ആ സാധുവിന് അറിയില്ല. അവൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ നോട്ടം. ആ നോട്ടത്തിലുണ്ട് എന്ത്? എവിടെ മുറിക്കണം, എങ്ങനെല്ലാം മുറിക്കണം, ഏത് ഭാഗത്തേക്ക് മരത്തെ തള്ളിയിടണം, എത്ര സമയം കൊണ്ട് എനിക്കിത് മുറിക്കാൻ കഴിയും എന്ന ഫുൾ ഡീറ്റെയിൽസ് ആ നോട്ടത്തിലുണ്ട്. ഇനി അവൻ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നോ? ടു ഡു ലിസ്റ്റ് ഉണ്ട് അവന്? ഉണ്ട് ഇല്ലേ? രാവിലെ ഇന്ന സ്ഥലത്ത് പോയിട്ട് മരം മുറിക്കണം, അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് മരം മുറിക്കണം, ഇല്ലേ? ടു ഡു ലിസ്റ്റ് ഇല്ലേ? ടു ഡു ലിസ്റ്റ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഗോൾ സെറ്റിംഗ് ഉണ്ട്. ഇനി അവന്റെ അഫർമേഷൻ നോക്കിയേ. എന്താണ് അവൻ അഫർമേഷൻ പറഞ്ഞത്? നമ്മൾ അങ്ങോട്ട് ചെയ്യണം, അവിടെ ഒരു സംശയം പാടില്ല, അല്ലേ? അത് കഴിയും, ചെയ്യും. നോക്കുകയാണെങ്കിൽ നിങ്ങള്, നമ്മളൊക്കെ ഒരു 1 ലക്ഷം 1.5 ലക്ഷം റുപ്യ എടുത്ത് പഠിച്ച സാധാരണ പേര് വെറുതെ കീശയിലിട്ട് നടക്കുന്നുണ്ട്. ഇല്ലേ? എത്ര സെറ്റിങ്സ് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു. കാരണം ഇവന്റെ ആ ഗോൾ സെറ്റിങ്, അവന്റെ അഫർമേഷൻ, അവന്റെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. എത്ര കൃത്യമായിട്ടാണ് അത് പാലിക്കുന്നത് വരെ. ആ പറഞ്ഞ സമയമായപ്പോ അത് കട്ട് ചെയ്ത് ചെറിയ 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 പീസാക്കിയിട്ട് അടട്ടു. അപ്പൊ ഇത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ പല ആളുകളും എന്തും നേടാൻ വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻ ഉണ്ട്, ടു ഡു ലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ ചെയ്ത ഒരു പണി നമ്മളെടുത്തില്ല. അതെന്തായിരുന്നു? ആ മരം മുറിക്കുന്ന ആള് ചെയ്തൊരു പണി നമ്മളെടുത്തില്ല. അതെന്താ സംഭവം അറിയോ? വിശ്വാസം. അല്ല, വിശ്വാസം ഉണ്ട്, അതൊക്കെ. ആക്ഷൻ ഇല്ല. അവൻ ഗോൾ സെറ്റ് ചെയ്യലും ആക്ഷൻ തുടങ്ങി, കാര്യം കട്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അവൻ ചെയ്യാൻ തുടങ്ങി, പിന്നെ അവിടെ നിർത്തല്ല. ഗോൾ സെറ്റ് ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് ഗോൾ സെറ്റ് ചെയ്ത് പണി തുടങ്ങി. നമ്മളോ ഗോൾ സെറ്റ് ചെയ്തിട്ട് ചുമരുമ്മൽ തൂക്കിയിട്ട്, ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ചുമരുമ്മൽ തൂക്കി വെച്ചു. എന്നിട്ട് നമ്മൾ നല്ല സുഖസുന്ദരായിട്ട് കിടന്നുറങ്ങി. ആരാ നേടിയത്? അവൻ ഉച്ചയായപ്പോത്തിന് 2,500 റുപ്യ 3,000 റുപ്യ വാങ്ങിയിട്ട് അവൻ പോയി. നമ്മള് ബോർഡ് അവിടെ ഉണ്ട് ചുമരുമ്മൽ ഇപ്പോഴും, ഇല്ലേ? നമ്മൾ ബോർഡ് ചുമരുമ്മക്ക് എടുക്കുക. അപ്പൊ എന്ത് നേടാനുള്ള ഒറ്റ ടെക്നിക്ക് എന്താണ് അറിയോ? ഒന്ന് ചാറ്റ് ചെയ്തേ. എന്ത് നേടാനുള്ള ഒരു ടെക്നിക്ക് എന്താണ്? ഒന്ന് ചാറ്റ് ചെയ്ത് എല്ലാവരും. ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയാലോ. ഇത് സൂം ഓൺ ആക്കിയിട്ട് എവിടെയും പോയാന്ന് അറിയാൻ വേണ്ടിട്ടാ. ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. ഏഹ് ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. ആക്ഷൻ ഒന്ന് ഷൈനിമ പറയുന്നുണ്ട്. കോൺഫിഡന്റ് ആക്ഷൻ കോൺഫിഡന്റ് 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 വേണം. മനസ്സിലായി? ഓക്കെ, താങ്ക് യു ഷൈമിന. ഇത് ചാറ്റ് ചെയ്താ പോരട്ടോ. നമ്മളടുത്ത് ആ സാധനം ഇല്ല. അത് എന്ന് നമ്മൾ ഉണ്ടാക്കണോ അന്ന് ഞാനും നിങ്ങളും വിജയിക്കും, നേടിയെടുക്കും. അത് നടക്കും, ഞാൻ ചെയ്യും, എനിക്ക് കഴിയും, അതൊന്നും സംഭവിക്കില്ല എന്ന ആ ഒരു വാക്ക് നമ്മളെ അടുത്തുനിന്ന് കിട്ടുമോ?
നമ്മൾ ചോദിച്ചാൽ എന്താ പറയാ? സാറേ നോക്കട്ടെ, ഞാൻ ശ്രമിക്കുന്നുണ്ട് സാറേ, കിട്ടിയിട്ടില്ല. ഇല്ലേ? ഞാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു നോക്കി, പക്ഷെ ഒന്നും നടക്കണില്ല. അഫർമേഷൻ എന്താണ്? അഫർമേഷൻ? പറ്റൂല, പറ്റില്ല, പറ്റില്ല, ഇല്ലേ? എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല എന്ന് അഫർമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ. ഇവിടെ ഇവിടെ പ്രശ്നം ആരെടുത്താണ് അറിയാം? എൻ്റെ അടുത്ത്, നിങ്ങളുടെ അടുത്ത് വേണം. അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ അടുത്തൊരു പ്രശ്നമില്ല. പ്രശ്നം നമ്മളെടുത്താ. ഒരാൾ എന്നോട്, ഒരു പേഷ്യന്റ്, ഇത് പുറത്ത് പറയാൻ പാടില്ല, ഒരു പേഷ്യന്റ് പറഞ്ഞ എന്താ അറിയോ? ദൈവം നമുക്ക് നല്ല ആരോഗ്യം നൽകി, എന്നിട്ട് ആരോഗ്യത്തെ ഇങ്ങനെ ക്ഷയിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളെ പരീക്ഷിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല മുട്ടൻ വടി ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ തലക്ക് അടിച്ചിരുന്നു. മുട്ടൻ വടി അവിടെ ഇല്ല. അല്ല, മുട്ടൻ വടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തലക്ക് അടിച്ചിരുന്നു. ഇപ്പോ എന്തിനറിയോ? ദൈവത്തെ കുറ്റം പറഞ്ഞതുകൊണ്ട്. നമ്മൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അത് ദൈവം എന്താണ് ക്ഷയിപ്പിച്ച് കൊടുത്തിട്ട് നമ്മളെ പരീക്ഷിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചു കൊടുത്ത ഒരു പ്രശ്നമില്ല, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, ഇഷ്ടമുള്ള പോലെ ജീവിച്ച്, ഇഷ്ടം പോലെ ചെയ്തിട്ട് കുറ്റം ദൈവത്തിന്. അടിക്കണ്ടേ? തലക്കടിക്കണ്ടേ ആളെ? അപ്പൊ നമ്മളെടുത്ത് ഈ സാധനം ഉണ്ടോ, ആക്ഷൻ ഉണ്ടോ എങ്കിൽ വിജയിക്കും. നിർബന്ധമായും നമുക്കത് നേടിയെടുക്കാനാകും. ഈ വളക്കാന് കുറച്ച് പ്രയാസമാണെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വളക്കാൻ ഞാനും ബഷീർ സാറും മണി സാറൊക്കെ ജീവിച്ച കാലത്ത് വളക്കാൻ ഒരു പ്രയാസം ഇല്ല. ഇപ്പൊ കുറച്ച് പ്രയാസം. പക്ഷെ ആക്ഷൻ ഇല്ലാത്തതാണ് അവിടെയും പ്രശ്നം. നോക്കിയാൽ നിങ്ങൾ, ആക്ഷൻ ഇല്ലാത്തതാണ് ഇവിടെയും പ്രശ്നം എടുക്കേണ്ടത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആക്ഷൻ ഉണ്ടാവില്ല, വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രവർത്തനം ഉണ്ടാവില്ല. നമ്മളങ്ങനെയല്ല, പ്രവർത്തിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം എന്ന നിലക്ക് പ്രവർത്തിച്ചിരുന്നു. കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അന്നത്തെ സിറ്റുവേഷൻ അതിന് നേരെ വിപരീതമാണ്. എല്ലാം അങ്ങനെയാണ്. അപ്പോ ഈ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഒരു സാധാരണക്കാരായ വ്യക്തികളുടെ കയ്യിൽ ആക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം അവർ നേടിയെടുത്ത ഒരുപാട് സംഭവമുണ്ട്. ഒരു മീൻ കച്ചവടക്കാരനെ നോക്കി നിങ്ങൾ. ഇന്ന സമയത്ത് മാർക്കറ്റിൽ പോണം, അവിടുന്ന് എത്ര കൊട്ട മീൻ വാങ്ങണം, അത് ഏതെല്ലാം ലൈനിലേക്ക് കൊണ്ടുപോകണം, എത്ര രൂപക്ക് വിൽക്കണം, എപ്പോ എന്റെ ബിസിനസ് കഴിയണം, ഇങ്ങനെ ടു-ഡു ലിസ്റ്റ് അവന്റെ കയ്യിലില്ലേ? ഇല്ലേ? ഉണ്ട്, ഉണ്ട്. 1,400,000 കൊടുത്ത് പഠിച്ചതാണോ? 1,400,000 കൊടുത്ത് പഠിച്ചതാണോ അവന്? അല്ല, അല്ല. അല്ല. നമ്മളടുത്ത് ആക്ഷൻ ഉണ്ടാകുമ്പോ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ട്. ഇതൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലാകണ്ട? നമ്മളൊരു ആക്ഷനിലേക്ക് പോകുമ്പോ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആകും. ഞാനിപ്പോ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ സെറ്റ് ആവുക നോക്കാലോ. നമ്മളിതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നുണ്ട്? ആക്ഷൻ ഇല്ല. ഒക്കെ സെറ്റാണ്. എല്ലാ സാധനവും നമുക്കറിയാം. ലോകത്തിലെ സകല പേരും ഗോൾ സെറ്റ് ചെയ്യണം, അഫർമേഷൻ എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, പിഴവുകൾ എന്ത്, ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ എഴുതണം, എപ്പോൾ എഴുതണം, അതിലെ പിഴവുകൾ എന്ത്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നോട്ട് ആക്ഷൻ. ആക്ഷൻ ചെയ്യുന്നില്ല ചോദിക്കുമ്പോ, ചെയ്യാം സാറേ, ഒഴിവിട്ടിട്ടില്ല, തിരക്കാണ്. ഞാൻ കുറെ ആളുകളോട് ചോദിച്ചു, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഇപ്പൊ എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് മണിസാറിന് വിൽക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ആളോട് ചോദിക്കേണ്ടി വരും? മണിസാറ് വാങ്ങണമെങ്കിൽ 100ാമത്തെ ആളായിരിക്കണം മണിസാറ്. ഏറ്റവും ചുരുങ്ങിയത് 99 ആളുകളോടും ചോദിക്കുമ്പോ എനിക്ക് വേണ്ട,
ഏയ് ആവശ്യമില്ല, അത് നടക്കൂല എന്നായിരിക്കും പറയാ. 100ാമത്തെ ആളെടുത്ത്, അതായത് മത്സാരം എടുത്ത് മത്സാരം പറയും, ആ എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, അവിടെ വെച്ചിട്ട് പോയിക്കോളും എന്ന് പറയും. അല്ലാതെ നമ്മളിതുണ്ട്, എൻ്റെ അടുത്ത് പ്രോഡക്റ്റ് ഇതാ പറയുമ്പോ തന്നെ വാങ്ങാൻ ഇവിടെ ആളുകൾ ഭരിക്കുന്നില്ല. ഇല്ലേ? ക്യൂ നിൽക്കുന്നില്ല. ക്യൂ നിൽക്കുന്ന ഒറ്റ ബിസിനസ്സേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാൻ പറ്റൂല. ക്യൂ നിൽക്കുന്ന ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റൂല. അതിന് ആൾക്കാർ വേറുണ്ട്, ലൈസൻസ് എടുത്ത ആൾക്കാരുണ്ട്, അവര് ചെയ്തോളൂ. നമുക്ക് ചെയ്യാൻ പറ്റിയത് സത്യസന്ധമായി ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കണമെന്നാണെങ്കിൽ 100 പേരോട് സംസാരിക്കേണ്ടി വരും. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. എത്രയോ ആളുകളുടെ കോണ്ടാക്റ്റിൽ, എത്രയോ ആളുകളിലേക്ക് പരസ്യം എത്തിയിട്ടാണ് ചിലപ്പോ ഒരു 4, 5, 6, 7 ആളുകൾ ക്ലിനിക്കിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് സത്യം എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ട് വേണ്ട, എല്ലാവർക്കും അറിയാം. എല്ലാരും എന്നെ കാണുമ്പോൾ പറയും, നിന്നെ കൊണ്ടുള്ള ഒരു ശല്യമാണ് പരസ്യം ചെന്നിട്ട്. വിടും, വിട്ടുകൊണ്ടിരിക്കും. കാരണം എന്താ? അതെന്റെ ജോലിയാണ്, തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. എനിക്കറിയാം, അത് 100 ആളെത്തി എത്തുമ്പോ 2, 3 ആളുകളെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒരാൾ കാണുമ്പോഴാണ് ഒന്ന് ഫോൺ വിളിച്ചത്. 10ഉം 20ഉം പ്രാവശ്യം ഈ പരസ്യം കാണുമ്പോൾ ഒന്ന് ഫോൺ വിളിച്ചു. അല്ല, കുറെ കാലമായി ഞാൻ നിങ്ങളെ പരസ്യം കാണാൻ തുടങ്ങിയിട്ട്, എവിടെ സ്ഥലം, എന്താ സ്ഥലം, എന്തൊക്കെയാ ഉള്ളത്, അപ്പൊ ഒന്ന് വന്നു നോക്കും, ഒന്ന് വന്നു നോക്കും. അതന്നെയല്ല നമ്മളാവശ്യം, അതന്നെയല്ല നമ്മളാവശ്യം. ആ വരവേനാണ് ആവശ്യം, ഇല്ലേ? അപ്പൊ ആക്ഷൻ ഓരോരുത്തരും നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആക്ഷനാണ്. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആകും. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കാത്തിരിക്കണ്ട, ഒന്നും നേടാൻ കഴിയില്ല. സാർ കേൾക്കേണ്ടത് ചിലപ്പോൾ അടിയിട്ടു, സാർ കേട്ട ചിലപ്പോൾ എനിക്ക് അടിയിട്ടു. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കാത്തിരിക്കണ്ട, ഒന്നും നേടാൻ കഴിയില്ല. നേരെ മറിച്ച് നിങ്ങൾ ആക്ഷൻ ചെയ്യുമ്പോൾ ഗോൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റ് ആവും. കാരണം നാളെ ഇന്ന് മുതൽ ഇപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്തെങ്കിലും ഒരു സംഭവം അങ്ങോട്ട് ചെയ്തു നോക്കാണ്. ചെയ്യാൻ കഴിയൂല നമ്മൾ വിചാരിച്ച ചെയ്യാന്, ഞാനാണ് പോയി നോക്കട്ടെ, എന്താ ബാറ്റിനും അറിയാലോ, ഒന്നും സംഭവിക്കൂല, ഇത് ഞാൻ നേടിയിരിക്കും, പോകും എന്ന വിശ്വാസത്തോട് കൂടി ആക്ഷൻ ചെയ്യും, അപ്പോൾ വരും. അല്ലാതെ ഒരിക്കലും നേടാൻ കഴിയണില്ല. ഞാൻ പഠിച്ച പണി 18 നോക്കിയതാണ്, കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് പണിയാണത്, 18ാമത്തെ 19ാമത്തെ അടവ്. എത്രാമത്തെ അടവാ മണി സാറേ? 18ാമത്തോ 18ാമത്തെ അടവാണ്. ആക്ഷൻ. ആ മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയാ, കച്ച കെട്ടിയിട്ടുണ്ട് ഇറങ്ങി, കളത്തിക്കുണ്ട് ഇറങ്ങി. കുറെ ആളുകൾ പരിഹസിക്കാനുണ്ടാവും, ഉറപ്പാണ്. പരിഹസിക്കാൻ ആളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പല രീതിയിലും മികയ്ത്താൻ ആളുണ്ടാവും. ഉണ്ടായിക്കോട്ടെ. നമ്മൾ വിജയിക്കാൻ വേണ്ട സാധനത്തിൽ ഒന്ന് എന്താ അറിയോ? ഒന്ന് നമുക്ക് മിത്രങ്ങൾ വേണം, സുഹൃത്തുക്കൾ വേണം. വിജയിക്കാൻ നമുക്ക് സുഹൃത്തുക്കളെ വേണം. പക്ഷെ വൻ വിജയങ്ങൾ നേടാനായിട്ട് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. നിന്നെ കൊണ്ടൊന്നും കഴിയൂലടാ എന്ന് ഒരാളെങ്കിലും പറയണം. മണി സാറേ നിങ്ങളെ കൊണ്ട് കഴിയൂലട്ടാ എന്ന് ഞാൻ മാത്രം പറഞ്ഞ പോലെ ബഷീർ സാറൊക്കെ പറയണം. ബഷീർ സാറൊക്കെ പറയണം മണി സാറിനോട്, എന്നെ കൊണ്ടൊന്നും കഴിയൂല മണി സാറേ എന്ന് പറയണം. അപ്പൊ എന്താ, ഒരു വാശിണ്ടോ? ബഷീർ സാറുടെ മുന്നിൽ എനിക്കൊന്ന് വിജയിക്കണം എന്ന വാശി, അതിലാണ് കാര്യം. അതിൽ കാര്യം പോവും. നോക്കി നിങ്ങൾ ചെയ്തു നോക്കി, ചെയ്തിട്ട് റിസൾട്ട് ചെയ്യും പറയും. ഞാൻ ചെയ്ത് റിസൾട്ട് ഉള്ള സംഭവം മാത്രമാണ് ഞങ്ങളോട് പറയുള്ളൂ. അതിന് ഓഫീസർ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയത് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ, അല്ല ക്ലാസ് എടുക്കില്ല. അപ്പോ എനിക്ക് ഇത്ര എന്ന് പറയാനുള്ളൂ. ജോലിയുണ്ട്, തിരക്കാണ്. 6:30ക്ക് ചെല്ലാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോ അത് വിഷയാക്കണ്ട.
നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടേ പോവുള്ളൂ. അതുകൊണ്ടാണെന്ന് അജിസ പറഞ്ഞപ്പോ നമ്മൾ മുന്നോട്ട് വന്നത്. ആക്ഷൻ ഇല്ലാതെ ഒരു സംഭവം നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ താങ്ക് യു. ഇന്ന് സഹകരിച്ച ഏകദേശം ഒരു 22-23 പേര് നമ്മളെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി യൂട്യൂബിൽ ഇത് കാണാനിരിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറയാണ്, ആക്ഷൻ ആണ് ആദ്യം വേണ്ടത്, ഗോൾ സെറ്റിംഗ് അല്ല. ആക്ഷൻ നിങ്ങൾ എടുത്താൽ ഗോൾ സെറ്റിംഗ് ഓട്ടോമാറ്റിക്കലി ആവും. അതിന് 1.25 ലക്ഷം റുപ്യ കൊടുക്കി നിങ്ങൾ പഠിക്കും വേണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു റസാഖ് സാർ. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നല്ലൊരു സെഷൻ ആയിരുന്നു റസാഖ് സർ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. ഡൗട്ട്സ് ഉണ്ടായിരിക്കല്ലോ? ഇല്ല, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാറ്. ചാറ്റ് ചെയ്യാതെ നേരെ വന്ന് പറഞ്ഞോളി. അതന്നെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന പകരം നിങ്ങൾ എന്ത് ചെയ്യാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, പറയാം. സിമ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചോളൂ എന്നാല്. റസാഖ് സാറേ, ഇന്നത്തെ കറക്റ്റ് പോയിന്റ് ആണ്. ഞാൻ ആ ഹെഡിങ് കണ്ടപ്പോ ഇങ്ങനെ വിചാരിച്ചു എന്തോ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്നും ആയിരിക്കും എന്നുള്ളത്. ആക്ഷൻ ടേക്കർ സേഫ് സാറൊക്കെ എപ്പോഴും പറയുന്നതാണ്. നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക, ഇന്നലെ രാവിലെ വിഷൻ ബോർഡിലേക്ക് നോക്കുക. ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ. എന്നിട്ട് കുളിക്കുക, കിടന്നുറങ്ങുക, വീണ്ടും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക, അഫർമേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത രാവിലെ, വീണ്ടും വിഷ്വലൈസ് ചെയ്യുക. ആക്ഷൻ എടുക്കാതെ ഒരു കാര്യം മുന്നോട്ട് പോകില്ല. കാരണം പ്രപഞ്ചം നമുക്ക് തരണമെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണോ എന്നുള്ളതാ. നമ്മളൊരു താമ്പാതി ദൈവമാതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാവണം. 100% പാസ്സാവണമെങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സിങ് ചെയ്യണം, എന്നിട്ട് പരീക്ഷ എഴുതണം. എങ്കിൽ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണല്ലോ. അല്ലാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെട്ട ചരിത്രം കേട്ടിട്ടുമില്ല. അതുപോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഏറെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റി. വളരെ ലളിതമായ രീതിയിൽ ഒരു നർമ്മത്തിലൂടെ സാറിന് തനതായ ശൈലിയിലൂടെ എടുത്തു. അതിൽ വളരെ ചെറിയ സംഭവം, ചെറിയ രീതിയിൽ ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ എന്താണോ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നത് അവിടേക്കുള്ള ചവിട്ടുപടികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ആരോടൊക്കെ ചോദിക്കണം എന്നുള്ളത് മനസ്സിലാക്കി ഓരോന്നിലേക്ക് അടുക്കുമ്പോൾ നമ്മളിലേക്ക് വരേണ്ട സാധനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടും അടുക്കലെടുക്കും, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും അടുക്കലെടുക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ ചെയ്യും. പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷ്വലൈസേഷനും അഫർമേഷനും ആറ്റിറ്റ്യൂഡൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ വേണം. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് ആത്മവിശ്വാസം കിട്ടാനും വളരെ പെട്ടെന്ന് അതിലേക്ക് എത്തും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ അതിലൂടെ ചെരുപ്പില്ലാതെ നമ്മൾ ഓടുമ്പോഴും ചെരുപ്പിട്ട് ഓടുമ്പോഴും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് എത്താൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇതിൽ വേണമെന്നാണ് സാർ ഉദ്ദേശിച്ചതും. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതിൻ്റെ കൂടെ ആക്ഷൻ, അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഏതായാലും വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു ആൾ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇവര് ഓരോ മരങ്ങളും മുറിച്ച് താഴെ ഇറങ്ങുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓരോ മരങ്ങൾ മുറിച്ചിട്ട് താഴെ ഇറങ്ങുമ്പോഴും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മരത്തിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് പോകുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. അവൻ നോക്കുന്നുണ്ട് ഇത്ര സമയം കൊണ്ട് ഇത് മുറിക്കാൻ കഴിയും. എന്നോട് പറഞ്ഞു 1 മണിയാകുമ്പോഴത്തേന് പുള്ളി തീർത്തരാം എന്ന് പറഞ്ഞു. ആ കറക്റ്റ് 12:50 ആയപ്പോഴത്തേനും അത് തീർത്തു. കാരണം വെച്ചാല് അത്രയും ഞാൻ അതൊക്കെ ചോദിക്കേണ്ടത് എന്താ, ഈ ഗോൾ സെറ്റിംഗ് ഇതൊക്കെ വരത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ സാധനങ്ങളും അവരുടെ കയ്യിലുണ്ട്, ഫോർഗീവ്നെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവരും പറഞ്ഞു അവരുടെ വാക്കിലൊക്കെ എത്രത്തോളം എന്താ അറിയോ, നമ്മളങ്ങോട്ട് നിങ്ങൾ വാട്ടർ ടാങ്ക് അവിടെ വെക്കൂ, ഒരിക്കലും ഒന്നും സംഭവിക്കൂല, പേടിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാന്. വീയാണെങ്കിലല്ലേ അപ്പം എന്തെങ്കിലും ഭയം ഉണ്ടാവും. വീയൂല എന്ന വട്ടത്തില് വീയും എന്നുള്ളവർക്ക് വെക്കരുത്.
അങ്ങനെ വെച്ചാൽ വീണേക്കാം. കണ്ടോ എത്ര കറക്റ്റാണ് ആ വാക്ക്. അതാണ് നമ്മൾ എന്തിനാ വാശി, നമുക്ക് എന്തിനാ അവരോട് പക, അതൊന്നും വേണ്ട. നമ്മൾ അതിന് വിട്ടുകൊടുക്കണേ വിട്ടുകൊടുത്തോളി. റോഡ് പോവുകയാണെങ്കിൽ റോഡ് പോകട്ടെ, ലൈന് പോവുകയാണെങ്കിൽ ലൈന് പോകട്ടെ, കറണ്ട് പോവുകയാണെങ്കിൽ കറണ്ട് പോകട്ടെ, പ്രശ്നമില്ല. എത്രമാത്രം ആ ഓരോ വാക്കിലും ഞാൻ ശ്രദ്ധിച്ചു. നമ്മളൊക്കെ എത്ര ലക്ഷങ്ങൾ മുടക്കി പഠിച്ചത് അവന്റെ വാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സിമ്പിൾ മെത്തേഡ്, ഇതിനാണ് നമ്മൾ ഇത്രയും പണിയെടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ വരാൻ കാരണം എന്താരോ, ഞാൻ ചെയ്യുന്ന ജോലി അത്യാവശ്യം റിസ്ക് ഉള്ള ജോലിയാണെന്ന് അവന് അറിയാം. അതുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ് ഒക്കെ അവന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരാൻ കാരണം. ഇല്ല അങ്ങനല്ല, മരംകാരന്റെ പണി അത്ര ചില്ലറ പണിയൊന്നല്ല. അത്ര ചില്ലറ പണിയൊന്നുമല്ല, കാരണം അത്യാവശ്യം റിസ്ക് ഉള്ള പണിയാണ്. അപ്പൊ ആ റിസ്ക് ഏറ്റെടുക്കണം എന്ന വാക്കുകൂടി ഇതിൽ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളവൻ പഠിപ്പിക്കേണ്ടത് എന്താ, റിസ്ക് ഏറ്റെടുക്കണം എന്നാലേ നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഈ സന്ദേശങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ലഭിക്കുന്നുണ്ട്, അത് നമുക്കേ അത് ലഭിക്കുള്ളൂ കേട്ടോ, മറ്റാർക്കും ലഭിക്കൂല. കാരണം നമ്മളിതൊക്കെ പഠിച്ചതാണ്, നമ്മളിത് പഠിച്ചതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ല. വേറെ ആൾക്ക് കാണുമ്പോ മരം കയറുന്നു മുറിക്കുന്നു പോകുന്നു എന്നല്ലാതെ അവർക്കിത് മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ, അടുത്തോളം പറഞ്ഞു. Thank you, Naufal sir. Thank you, Rasak sir. Okay, Sheila ma'am. ഷീല മാം കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ, മനസ്സിലായിണ്ടാവില്ല. ഓക്കെ ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആള് പറഞ്ഞോളൂ. മാജിക് മോർണിംഗ് റസാഖ് സാറേ. പറഞ്ഞോളൂ. ഒരു ക്ലാസ് എന്തും നേടാന്നുള്ള ആ ടോപ്പിക്കും സാറിന്റെ ഇന്നത്തെ ആ പോസ്റ്ററും കണ്ടപ്പോ ഞാൻ പ്രാർത്ഥനയിലൂടെ ആയിരിക്കുമോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ സാർ അത് വേറൊരു സാറിന് അനുഭവപ്പെട്ട ഒരു കാര്യമാണ് സാറ് ഷെയർ ചെയ്തത്. പറഞ്ഞ പോലെ നമ്മൾ ആക്ഷൻ എടുക്കുക. ഇപ്പോൾ അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ഒക്കെ നമ്മൾ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ അത് അയ്യോ ഇത് എഴുതി തീർക്കണം, ഇത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം, അങ്ങനെ വിചാരിച്ച് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണം. ഇതിലും നല്ലത് നമ്മൾ 1-2 പ്രാവശ്യം അത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അതിന് ഫലം കിട്ടുള്ളൂ. അതുപോലെ ഒരു ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ വായിച്ച് തീർക്കണം എന്നുള്ളതല്ല, ആ ബുക്കിൽ എഴുതിയിട്ടുള്ള ആ ഒരു കണ്ടന്റ് നമ്മുടെ ഉള്ളിലേക്ക് വരും വേണം. ഒപ്പം നമ്മളൊരു വായനാശീലം ഉയർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ വളരെ നല്ലൊരു ടോപ്പിക്. പിന്നെ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിലാണ് പറഞ്ഞ പോലെ എല്ലാവർക്കും നാളെ ചെയ്യാം എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാവുക. പക്ഷെ അത് ആ സഡൻ ആയിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനങ്ങൾക്കാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അത് നമുക്ക് അത് പൂർത്തീകരിക്കാനും പറ്റുള്ളൂ. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത മാം. താങ്ക് യു സോ മച്ച്. ബഷീർ സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. കേൾക്കാമോ? മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് സാർ. താൻ പാതി ദൈവം പാതി പണ്ട് പറയും. നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടൊന്നും ഫലമില്ല. എന്തെങ്കിലും അതിലേക്കൊരു നീക്കം നമ്മളെ ഭാഗത്തു നിന്നും വേണം. അത് ആറ്റിയുറപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു. നന്നായിട്ടുണ്ട് സാർ. വളരെ ചുരുക്കം വാക്കിൽ സാറ് വലിയൊരു ആശയമാണ് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തന്നെ. താങ്ക് യു റസാഖ് സാർ. താങ്ക് യു. താങ്ക് യു ബഷീർ സാർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. മണി സർ. റസാഖ് സാർ, മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് പറയൂ. നല്ലൊരു ക്ലാസ് തന്നെ, വളരെ ലളിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ വളരെ മനോഹരമായ രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. അപ്പൊ ആക്ഷൻ ആണ് എല്ലാം. നമ്മളിപ്പം ഗോളെല്ലാം സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പ്ലാൻ വേണം, നമുക്ക് വിശ്വാസം വേണം, കൺസിസ്റ്റന്റ് ആയിട്ടൊക്കെ ചെയ്യണം. പക്ഷെ ആക്ഷൻ എടുക്കാഞ്ഞാല് ഒന്നും നോക്കില്ല. അപ്പൊ നമ്മളൊരു പരിശ്രമം അതിൻ്റെ അകത്ത് വേണം, നമ്മളെ പ്രവർത്തനം അതിന് വേണം. അപ്പൊ അത് ഉണ്ടായാലേ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ, നമ്മളെ ഗോള് ഫിൽഫിൽ ആവുള്ളൂ. സാധാരണ ആ മരം മുറിക്കാരന്റെ ഒരു ഇതുമാതിരി ഒരു പ്ലാന് മനസ്സിൽ കണ്ട് അത് ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ഗ്രാറ്റിറ്റ്യൂഡൊക്കെ അതിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആക്ഷനാണ് ഏറ്റവും വലുത്. എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ആക്ഷനിൽ കൂടെ നമുക്ക്
ജീവിത വിജയം നേടാൻ പറ്റും, നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും, നമ്മളെ ഗോള് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്ര നല്ലൊരു ക്ലാസ് നമ്മള് ഈ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ ഡു ഇറ്റ് നൗ എന്നുള്ളതാണ്. ഉടനെ തുടങ്ങുക, ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ഓരോന്നോരോന്ന് വന്നു ചേരും എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണെങ്കിൽ പണ്ട് പറയാറുണ്ട് ജേർണി ഓഫ് 1000 മൈൽസ്. അത് തുടങ്ങണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ആദ്യം നമ്മൾ എടുത്തു വെക്കണം, ഒരു ആക്ഷൻ എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ മുന്നോട്ട് പോകും, അതിനുള്ള സാഹചര്യങ്ങൾ വരും, അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സാറ് പറഞ്ഞു തന്നത്. താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു മണി സർ. ശോഭന മാം. സിന്ധു മാം പറഞ്ഞോളൂ. റസാഖ് സാർ നല്ലൊരു ക്ലാസ് ആണ് നിർത്തത്. ആക്ഷൻ എടുക്കാനും വേണം, നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുക. കുറേ എഫേർട്ട് എടുത്താൽ മാത്രമേ ചിലപ്പോൾ ആ ആക്ഷനിലേക്ക് നമുക്ക് എത്താനും പറ്റുള്ളൂ. എന്തായാലും എന്താ പറയാ, നമ്മളെ ബിമേജിക്കിൽ ഇപ്പോ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്തോ, വിഷൻ ബോർഡ് ഉണ്ടാക്കിയോ, എല്ലാം ചെയ്ത് എന്നിട്ട് എന്നും രാവിലെയും വൈകുന്നേരവും നേരത്തെ നൗഫൽ സാറ് പറഞ്ഞാല് അതിലൊന്ന് പോയി നോക്കി, എന്നിട്ട് വന്ന് കിടന്നുറങ്ങി, പിന്നെ നമ്മള് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നമ്മള് വെറുതെ അങ്ങനെ ഇരുന്നു, എന്നിട്ട് വീണ്ടും അതിൽ പോയി നോക്കിയാലൊന്നും നമുക്ക് ആ ഒരു ഗോൾ സെറ്റിങ്ങിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കണമെങ്കിൽ നല്ലോണം എഫേർട്ട് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് ആ ഒരു നമ്മൾക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ അതിനുള്ള വഴികൾ തെരഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ക്ലാസ്സായിരുന്നു. കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ, കുറച്ച് പറഞ്ഞാൽ മതി. പക്ഷെ അത് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാറിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെയൊക്കെ കേൾക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു അല്ല ദൈവികമായ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞുതരാൻ പോണെന്നുള്ളത്. ഇത് വളരെ ലളിതമായ രീതിയിലത്തെ ഒരു വിഷയമാണ് എടുത്തിട്ട് വന്നത്. എനിവേ എല്ലാവർക്കും ചിന്തിപ്പിക്കാനും എല്ലാവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ടോപ്പിക് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സിന്ധു മാം. ശോഭന മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ശോഭന മാമിനെ അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് അവളെ ഫോണിൽ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ ഞായറാഴ്ച പോയിട്ട് നാളെ പോയിട്ട് അവളെ ഫോണൊന്ന് റെഡിയാക്കി കൊടുക്കണം. പോവാൻ സമയമില്ല. ഞങ്ങൾ ഒരേ ഫീൽഡിലാ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടു വഴിയിലാ. അപ്പൊ നാളെ ശരിക്ക് കൊടുക്കാം. അതാണ് അവൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാത്തത്. ഓക്കെ, ശരി. സലാം സർ. ഓക്കെ, കഴിഞ്ഞ വൈദ്യുതി 6:25 റസാഖ് സാറേ, നല്ലൊരു ക്ലാസ്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എത്രയൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു ആക്ഷനിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെതായ റിസ്കുകൾ വരും, പ്രതിസന്ധികൾ ഓരോന്ന് വരും. അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്തായിരുന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. താങ്ക് യു. വേറെ ആരാ എന്നോട് പറഞ്ഞില്ല? റസാഖ് സർ, ഗുഡ് മോർണിംഗ്. പനിയായിട്ടിരിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ട് സൗണ്ട് ഒന്നും വരുന്നില്ല. ഓക്കെ, ക്ലാസ്സിൽ അതെ, ഒരു വാക്കിൽ ഉത്തരം പറയാം. വെരി സിമ്പിൾ ബട്ട് എലഗന്റ്. ഏറ്റവും നല്ല സിമ്പിൾ ആയ ക്ലാസ് ആണ്, പക്ഷെ വളരെ അട്രാക്റ്റീവ് ആണ്. നമ്മളെ ജീവിതത്തില് എന്താ പറയാ, മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. നമ്മൾ അപ്പോഴെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മാസ്റ്റർ ആക്ഷൻ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിവ്യമ്മ പനി ആഘോഷിക്കൂ. അല്ല, ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടാക്കിക്കോളെ. അടുക്കൽക്കൊക്കെ സൽക്കരിക്കുക, ആഘോഷിക്കണം പനി. അപ്പൊ ഞാൻ പറഞ്ഞത് റസാഖ് സാറേ, നമ്മളൊരു സുഹൃത്തുണ്ട്, ഇവന് എന്താ വെച്ചാല് പെട്ടെന്ന് ഒന്ന് പണക്കാരനാവും, മെല്ലെ പണക്കാരനായ ഒരാളാ. അപ്പം
ചിലർക്ക് ഇവനൊക്കെ ഏത് സാഹചര്യത്തിൽ വളർന്നതാലേ, ഇവനൊക്കെ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയെന്നുള്ളത്. ഇവന് ഈ പറഞ്ഞ മാതിരി നമ്മളെ രാവിലത്തെ ക്ലാസ് ഒന്നും കേൾക്കൂല രാവിലെ എണീറ്റ്, പക്ഷെ ആള് നേരത്തെ എണീക്കും. ഈ ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും, പിന്നെ വെട്ടാൻ പറഞ്ഞ ടാപ്പിംഗ് ഇല്ലേ, ടാപ്പിങ്ങിന് പോകും. ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട്, അവിടെ പോകും. 10 മണിയാകുമ്പോൾ ആ ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പ്ലംബിംഗ് പിന്നെ ആ പരിപാടി ഇലക്ട്രീഷ്യനാണ്. 4 മണി വരെ അതിനും പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് നമ്മൾ പാലത്തിൻ്റെ അടുത്ത് ചെറിയൊരു തട്ടുകട ഉണ്ട്, ഒരു ഓംപ്ലേറ്റ് ഗ്രീൻ പീസ് അങ്ങനത്തെ പരിപാടി. 12 മണി വരെ അത് തുറന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ആള് 12 മണിക്ക് ഒന്ന് കിടക്കും. ഇതാണ് പരിപാടി, ഫുള്ള് ആക്ഷൻ. അപ്പോൾ ഒരു ദിവസം 3 തൊഴിലെടുക്കുക വർക്ക്. അതായത് ഞായറാഴ്ച ലീവ്, ഞായറാഴ്ച ഒരു പരിപാടിയില്ല, എസ്റ്റേറ്റ് ലീവാണ്, പ്ലംബിങ് ലീവാണ്. അന്ന് എല്ലാ പരിപാടിയിലേക്കും ഉണ്ടാവും. ചെക്കന്മാർക്ക് ട്രിപ്പ് പോകാനുണ്ടാവും, കല്യാണ പരിപാടിക്ക് ഉണ്ടാവും, സാന്നിധ്യമായിട്ടുണ്ടാവും എല്ലാ പരിപാടിക്കും. അപ്പോൾ ആക്ഷനാണ് മൂപ്പരെ മെയിൻ, ആക്ഷനാണ്. ബാക്കിയുള്ളവർ ഇപ്പോഴും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ആക്ഷൻ എടുക്കുന്നവർക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും പണക്കാരനാണ്, റിച്ച് ആവാനും മില്ലീനിയർ ആവാനൊക്കെ മൈൻഡ് സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാർ പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ആകെ നിറഞ്ഞ് തുളുമ്പാണ്. അപ്പോൾ ഏതായാലും ഒരു താങ്ക് യു, വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ, ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ റിസൾട്ട്സ്? ഓക്കെ, അപ്പം എന്തും നേടാം എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തെന്ന റസാഖ് സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. Thank you, Thank you, ma'am. Thank you all. Thank you, Rasad sir. Thank you all. Have a nice day. Thank you, sir. Thank you all. Thank you all. Thank you, Rasak sir. Thank you all.